ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ SCERT സോഷ്യൽ സയൻസിലെ 10th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ന് പഠിക്കുന്നത്. നമ്മൾ ആദ്യം 10th സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം 9th സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ആക്കും. അങ്ങനെ 5th സ്റ്റാൻഡേർഡ് വരെ നമുക്ക് കംപ്ലീറ്റ് ആക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഓൾഡ് SCERTൻ്റെ ചാപ്റ്റേഴ്സ് ഞാൻ വീഡിയോ ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് റിവിഷനായിട്ടെങ്കിലും ക്ലാസ് കണ്ടു നോക്കണം. പിന്നെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ഇൻഡെക്സ് നോക്കാം. അതിൽ ആദ്യത്തെ ചാപ്റ്റർ വരുന്നത് മാനവികത, രണ്ടാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, മൂന്നാമത്തെ ചാപ്റ്റർ സാമൂഹിക വിശകലനം സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ, നാലാമത്തെ ചാപ്റ്റർ സമ്പത്തും ലോകവും, അഞ്ചാമത്തെ ചാപ്റ്റർ പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ. ഇത്രയാണ് ആദ്യത്തെ പാർട്ടിൽ വരുന്ന ഇൻഡെക്സ്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ചാപ്റ്റർ മാനവികത, അത് നോക്കാം. അറിവിൻ്റെ നിരാസം നന്മയുടെ നിരാസം തന്നെയാണ്. നന്മയുടെ ജ്വാലയാൽ പ്രകാശിതമാക്കപ്പെട്ട ബുദ്ധിക്ക് ആ ജ്വാലയെ സ്നേഹിക്കാതിരിക്കാനാവില്ല. സ്നേഹം അറിവിൻ്റെ മാത്രം സന്തതിയാണ്. യുക്തിചിന്ത ശരിയായ ഇച്ഛയുടെ മാർഗദർശിയും നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുന്നതും യുക്തി തന്നെ. 13ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ശാസ്ത്രചിന്തകനായ റോജർ ബേക്കണിൻ്റെ വാക്കുകളാണിത്. യുക്തിചിന്ത, അറിവ്, സ്നേഹം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യൂറോപ്പിലെ അധികാരികൾ യുക്തിചിന്തയെ നിഷേധിച്ചിരുന്നു. റോജർ ബേക്കറിനെ പോലെ ചിന്തകർ നിലവിലുള്ള ഫ്യൂഡൽ അധികാര വ്യവസ്ഥയെയും അതിൻ്റെ ആശയങ്ങളെയും ചോദ്യം ചെയ്തു. തൽഫലമായി അവരിൽ പലരും അധികാരികളുടെ ക്രൂരമായ പീഡനത്തിനും ജയിൽവാസത്തിനും വിധേയരായി. ചിലർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. എന്നാൽ പിൽക്കാലത്ത് സ്ഥിതിഗതികൾ മാറിമറിയാൻ തുടങ്ങി. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് 13ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇംഗ്ലണ്ടിലെ ഒരു ശാസ്ത്ര ചിന്തകനായിരുന്നു റോജർ ബേക്കൺ. അദ്ദേഹത്തിൻ്റെ ആ കോട്ടും ഒന്ന് വായിച്ചു തന്നാൽ മതി. നമുക്ക് അടുത്ത് നോക്കാം. 14ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു. പ്രാചീന യൂറോപ്പിലെ ഗ്രോക്കോ റോമൻ സംസ്കാരത്തിൻ്റെ സ്വാധീനത്തോടൊപ്പം മധ്യകാലത്ത് നിലനിന്നിരുന്ന ആശയങ്ങളിൽ നിന്നും വഴിപിരിയാനുള്ള പ്രവണതയും ഇക്കാലത്ത് ശക്തിപ്പെട്ടു. ഈ മാറ്റങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട്, അതാണ് മാനവികത. മാനവികത എന്ന് പറഞ്ഞാൽ മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട്. നഗരജീവിതത്തിൻ്റെ വളർച്ച, കച്ചവടത്തിൻ്റെ പുരോഗതി, ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച, വ്യക്തി സ്വാതന്ത്ര്യം, യുക്തിചിന്ത, മതേതര മൂല്യങ്ങളുടെ വ്യാപനം, പണാധിഷ്ഠിതമായ സമ്പദ്ഘടന, പ്രാദേശിക ഭാഷകൾക്ക് ലഭിച്ച പ്രാധാന്യം, കലാശാസ്ത്ര രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ. 13ാം നൂറ്റാണ്ടിൽ നിന്ന് 14ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ യൂറോപ്പിലെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗങ്ങളിൽ വന്ന മാറ്റങ്ങളും അതിനെ ഗ്രോക്കോ റോമൻ സംസ്കാരം എങ്ങനെയൊക്കെ സ്വാധീനിച്ചു എന്നുള്ള കാര്യങ്ങളാണ് താഴെ പറയുന്നത്. ആ മാറ്റങ്ങളുടെ സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകൂടെ പറയാം. മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട്, അതാണ് മാനവികത. നഗരജീവിതത്തിൻ്റെ വളർച്ച, കച്ചവടത്തിൻ്റെ പുരോഗതി, ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച, വ്യക്തി സ്വാതന്ത്ര്യം, യുക്തിചിന്ത, മതേതര മൂല്യങ്ങളുടെ വ്യാപനം, പണാധിഷ്ഠിത സമ്പദ്ഘടന, പ്രാദേശിക ഭാഷകൾക്ക് ലഭിച്ച പ്രാധാന്യം, കലാശാസ്ത്ര രംഗങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ. അടുത്ത് നോക്കാം. പ്രാചീന റോമൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന ഇറ്റലിയിലായിരുന്നു ഈ മാറ്റങ്ങൾ കൂടുതൽ പ്രകടമായത്. ഇറ്റലിയിൽ ആവിർഭവിച്ച ഈ മാറ്റങ്ങൾക്ക് ചരിത്രകാരന്മാർ നവോത്ഥാനം എന്ന പേര് നൽകി. മധ്യകാലഘട്ടത്തിൻ്റെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമായി നവോത്ഥാനം ചരിത്രത്തിൽ ഇടം നേടി. ഇതിൽ പറയുന്നു ഇറ്റലിയിലാണ് നവോത്ഥാനം ആവിർഭവിച്ചത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ആ ബോക്സാണ്, അത് നോക്കാം. ഗ്രോക്കോ റോമൻ സംസ്കാരങ്ങൾ. പ്രാചീന യൂറോപ്പിൽ നിലനിന്നിരുന്ന രണ്ട് പ്രധാന സംസ്കാരങ്ങളായിരുന്നു ഗ്രീക്ക്, റോമൻ സംസ്കാരങ്ങൾ. ഇവ ക്ലാസിക്കൽ സംസ്കാരങ്ങൾ എന്നറിയപ്പെടുന്നു. ഗ്രീക്ക്, റോമൻ സംസ്കാരങ്ങളെ ക്ലാസിക്കൽ സംസ്കാരങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. BCE 12ാം നൂറ്റാണ്ട് മുതൽ BCE 4ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം ഗ്രീക്ക് സംസ്കാരത്തിൻ്റെതും BCE 7ാം നൂറ്റാണ്ട് മുതൽ BCE 5ാം നൂറ്റാണ്ട് വരെയായിരുന്നു റോമൻ സംസ്കാരത്തിൻ്റെയും കാലഘട്ടം. അടുത്ത് നോക്കാം. നവോത്ഥാനം. റിനൈസൻസ് എന്ന വാക്കിന് മലയാളത്തിൽ നവോത്ഥാനം, പുനർജനി എന്നൊക്കെയാണ് അർത്ഥം. 14ാം നൂറ്റാണ്ടോടുകൂടി പ്രാചീന ഗ്രോക്കോ റോമൻ സംസ്കാരങ്ങൾക്കുണ്ടായ പുനർജനി എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം നവോത്ഥാനം എന്ന് പറഞ്ഞാൽ റിനൈസൻസ് എന്ന വാക്കിന് മലയാളത്തിൽ നവോത്ഥാനം, പുനർജനി എന്നൊക്കെയാണ് അർത്ഥം. 14ാം നൂറ്റാണ്ടോടുകൂടി പ്രാചീന ഗ്രോക്കോ റോമൻ സംസ്കാരങ്ങൾക്കുണ്ടായ പുനർജനി എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത് നോക്കാം. നവോത്ഥാനം എന്തുകൊണ്ട് ഇറ്റലിയിൽ? ഇറ്റലിയിലെ നഗരങ്ങൾ യൂറോപ്പിലെ മറ്റ് നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. കാരണം
അവ കൂടുതൽ സ്വതന്ത്രവും സമ്പന്നവും ഊർജ്ജസ്വലവുമായിരുന്നു. ഇവിടങ്ങളിലെ വ്യാപാരികൾ ബാങ്കിംഗ്, ഇൻഷുറൻസ് എന്നീ മേഖലകളെക്കുറിച്ച് അറിവുള്ളവരായിരുന്നു. ബുക്ക് കീപ്പിംഗ് പോലുള്ള വാണിജ്യ സാങ്കേതിക വിദ്യകളിൽ കാര്യക്ഷമത കൈവരിച്ചവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അവരിൽ നിരവധി പേർ വാണിജ്യത്തിലൂടെ അതിസമ്പന്നരായി മാറുകയും ചെയ്തു. ഇവിടെ നമ്മൾ പറഞ്ഞത് ഇറ്റലിയിലെ നഗരങ്ങൾ യൂറോപ്പിലെ നഗരങ്ങളുമായി എങ്ങനെയൊക്കെയാണ് വ്യത്യാസപ്പെട്ടിരുന്നത് എന്ന്. ഇറ്റലിയിലെ നഗരങ്ങളിലാണെങ്കിൽ കൂടുതൽ സ്വതന്ത്രവും സമ്പന്നവും ഊർജ്ജസ്വലവുമായിരുന്നു. ഇവിടെയുള്ള വ്യാപാരികൾക്ക് ഇൻഷുറൻസ്, ബാങ്കിങ് എന്നിവയെക്കുറിച്ച് നല്ല അറിവുള്ളവരായിരുന്നു. അതേപോലെ ബുക്ക് കീപ്പിംഗ് പോലുള്ള വാണിജ്യ സാങ്കേതിക വിദ്യകളിൽ കാര്യക്ഷമത കൈവരിച്ചവരും ആയിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് നോക്കാം. ഒരു സ്ഥാപനത്തിൻ്റെ വരവും ചെലവും ദൈനംദിനാടിസ്ഥാനത്തിൽ ക്രമമായി രേഖപ്പെടുത്തുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യ നടപടിയാണ് ബുക്ക് കീപ്പിംഗ്. അപ്പം ബുക്ക് കീപ്പിംഗ് എന്താണ്? ഒരു സ്ഥാപനത്തിൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന വരവും ചെലവും ക്രമമായി രേഖപ്പെടുത്തുന്ന പ്രോസസ്സിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യ നടപടിയാണ് ബുക്ക് കീപ്പിംഗ്. അടുത്ത് നോക്കാം. 11ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും മതമേധാവിത്വത്തിൻ്റെ ശക്തി ക്ഷയിക്കുന്നതിനും കാരണമായി. ഇത് സമ്പന്നമായ ഒരു വിഭാഗത്തിൻ്റെ ഉയർച്ചയ്ക്കും ആധിപത്യത്തിനും ഇടയാക്കി. വാണിജ്യ പുരോഗതിയുടെ ഫലമായി ഇറ്റലിയിൽ നിരവധി സമ്പന്ന കുടുംബങ്ങൾ ഉയർന്നു വന്നു. അവർ രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഒരു പങ്ക് ആവശ്യപ്പെട്ടു. ഇത്തരത്തിൽ ഉയർന്നു വന്ന കുടുംബങ്ങളും അവ വളർന്നു വന്ന നഗരങ്ങളും ഏതെല്ലാമെന്ന് നോക്കാം. ഈ ബോക്സിലുള്ളത് നിങ്ങൾ 2-3 തവണയെങ്കിലും വായിച്ചു നോക്കണം. പുതിയ ടേം ആകുമ്പം നമുക്ക് കൺഫ്യൂഷൻ വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. നോക്കാം. ഇറ്റാലിയൻ കുടുംബങ്ങൾ വളർന്നു വന്ന നഗരങ്ങൾ. മെഡിച്ചി വളർന്നു വന്ന നഗരം ഫ്ലോറൻസ്. മെഡിച്ചി ഫ്ലോറൻസ്. സ്ഫോർസ മിലാൻ. സ്ഫോർസ മിലാൻ. ഫർണീസി പാർമ. ഫർണീസി പാർമ. ഓർസീനി നേപ്പിൾസ്. ഓർസീനി നേപ്പിൾസ്. വിസ്കൊന്തി മിലാൻ. വിസ്കൊന്തി മിലാൻ. ഒന്നുകൂടെ പറയാം. മെഡിച്ചി ഫ്ലോറൻസ്, സ്ഫോർസ മിലാൻ, ഫർണീസി പാർമ, ഓർസീനി നേപ്പിൾസ്, വിസ്കൊന്തി മിലാൻ. പുതിയ ടേംസ് ആയതുകൊണ്ട് 2-3 തവണ വായിച്ചു നോക്കിയാൽ മതി, സെറ്റ് ആയിക്കോളും. അടുത്ത ഭാഗം നോക്കാം. ആദ്യം നമുക്ക് ആ ബോക്സിലുള്ള കുരിശ് യുദ്ധങ്ങൾ നോക്കാം. കുരിശ് യുദ്ധങ്ങൾ. വിശുദ്ധ നാടായി കരുതപ്പെട്ടിരുന്ന ജെറുസലേമിനായി ഇസ്ലാം മത വിശ്വാസികളും ക്രൈസ്തവരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കുരിശ് യുദ്ധങ്ങൾ. ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ജീവിതത്തിൽ ഇത് നിർണായക സ്വാധീനം ചെലുത്തി. CE 11ാം നൂറ്റാണ്ട് മുതൽ 13ാം നൂറ്റാണ്ട് വരെയായിരുന്നു ഇതിൻ്റെ കാലഘട്ടം. മധ്യകാലത്ത് നടന്ന കുരിശ് യുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴി തെളിയിച്ചു. കിഴക്കൻ ലോകത്തെ സംസ്കാരങ്ങൾ, നഗരങ്ങൾ, അവിടങ്ങളിലെ ജനജീവിതം തുടങ്ങിയവയുമായി ഇറ്റാലിയൻ നഗരങ്ങൾ പരിചയത്തിലായി. ഇത് ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് വേഗത കൂട്ടി. ഇസ്ലാമിക സാമ്രാജ്യം, ബൈസന്റൈൻ, കിഴക്കൻ റോമൻ സാമ്രാജ്യം എന്നിവയുമായി സ്ഥാപിച്ച വാണിജ്യ ബന്ധത്തിലൂടെ വൻതോതിൽ സമ്പത്ത് ഇറ്റലിയിലേക്ക് ഒഴുകി. കാലാന്തരത്തിൽ മെഡിറ്ററേനിയൻ പ്രദേശം കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിൻ്റെ കുത്തക ഇറ്റാലിയൻ നഗരത്തിലെ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലായി. ഇവിടെ പറഞ്ഞതിൽ നമുക്ക് വേണ്ട ഭാഗം CE 11ാം നൂറ്റാണ്ട് മുതൽ 13ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു കുരിശ് യുദ്ധങ്ങൾ നടന്നത്. ജെറുസലേമിനായി ഇസ്ലാം മത വിശ്വാസികളും ക്രൈസ്തവരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കുരിശ് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് കേട്ടുപോയാൽ മതി. PDF ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കണം. അത്രയേ വരുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. 14ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ബ്യൂബോണിക് പ്ലേഗ് എന്ന മഹാമാരി ഇറ്റാലിയൻ നഗരങ്ങളെ സാരമായി ബാധിച്ചു. ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന ഈ ദുരന്തത്തിൽ വൻതോതിൽ ജനങ്ങൾ മരണപ്പെട്ടത് തൊഴിലാളികളുടെ ലഭ്യതയിൽ കുറവുണ്ടാക്കി. ഇത് കാർഷിക മേഖലയെ ആശ്രയിച്ച് നിലനിന്നിരുന്ന മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും വാണിജ്യ കേന്ദ്രീകൃതമായ ഒരു മധ്യവർഗത്തിൻ്റെ വളർച്ചയ്ക്കും വഴിയൊരുക്കി. നിലവിലുണ്ടായിരുന്ന മരുന്നുകൾ പ്ലേഗിനെ ചെറുക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ ജനം പ്രാചീന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. പ്ലേഗിൻ്റെ ഭീകരത മനുഷ്യനെ ജീവിതത്തിൻ്റെ നൈമിഷികതയെയും അനിശ്ചിതത്വത്തെയും കുറിച്ച് ചിന്തിക്കാനും സുഖങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും പ്രേരിപ്പിച്ചു. ഇത് മാനവികതയിലേക്ക് വഴി തുറന്നു. അടുത്തത് ഈ ബോക്സിൽ കൊടുത്ത ബ്ലാക്ക് ഡെത്ത് ഒന്ന് നോക്കാം. 1347നും 1351നും ഇടയിൽ യൂറോപ്പിനെ തകർത്തെറിഞ്ഞ പ്ലേഗ് എന്ന മഹാമാരിയെയാണ് ബ്ലാക്ക് ഡെത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്.
രോഗം ബാധിച്ചവരുടെ ശരീരത്തിൽ കറുത്ത കുമിളകൾ രൂപപ്പെട്ടിരുന്നു. ഇതിനാലാണ് ഈ ദുരന്തം കറുത്ത മരണം എന്നറിയപ്പെട്ടത്. വാണിജ്യത്തിനായി വന്ന കപ്പലുകളിലൂടെ എത്തിയ എലികളിലെ ചെള്ള് വഴിയാണ് യൂറോപ്പിൽ പ്ലേഗ് പടർന്നു പിടിച്ചത്. അടുത്ത യൂറോപ്യൻ നവോത്ഥാനം ഒരു കൊളോണിയൽ കാഴ്ചപ്പാട്. യൂറോപ്പ് കേന്ദ്രീകരിച്ചാണ് നവോത്ഥാനം ആവിർഭവിച്ചത് എന്ന ആശയത്തിനെതിരായി ഇന്ന് നിരവധി അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ജോർജ് ജെയിംസിൻ്റെ സ്റ്റോളൻ ലെഗസി, മാർട്ടിൻ ബർണലിൻ്റെ ബ്ലാക്ക് അഥീന, ദി ആഫ്രോ ഏഷ്യാറ്റിക് റൂട്ട്സ് ഓഫ് ക്ലാസിക് സിവിലൈസേഷൻ എന്നീ ഗ്രന്ഥങ്ങൾ ഈ അഭിപ്രായം പങ്കുവയ്ക്കുന്നവയാണ്. യൂറോപ്പ് മാത്രം ശരിയും മറ്റെല്ലാം തെറ്റുമാണ്, അല്ലെങ്കിൽ യൂറോപ്യർ മാത്രം പരിഷ്കൃതരും മറ്റെല്ലാവരും അപരിഷ്കൃതരുമാണ് എന്ന് വരുത്തി തീർക്കാനാണ് കൊളോണിയൽ ചരിത്രകാരർ ശ്രമിക്കുന്നത് എന്നാണ് ഇവർ വാദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന ആ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കണം. ജോർജ് ജെയിംസിൻ്റെ സ്റ്റോളൻ ലെഗസി, മാർട്ടിൻ ബർണലിൻ്റെ ബ്ലാക്ക് അഥീന, ദ ആഫ്രോ ഏഷ്യാറ്റിക് റൂട്ട്സ് ഓഫ് ക്ലാസിക് സിവിലൈസേഷൻ. അടുത്ത ഈ ഭാഗം ഒന്ന് ഞാൻ വായിച്ചു പോകാം, നിങ്ങൾ കേട്ടിരുന്നാൽ മതി. നഗരങ്ങളിലെ സമ്പത്ത്, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, സാമൂഹിക ഐക്യം തുടങ്ങിയവ ജനങ്ങളിൽ പൗരബോധവും ആത്മാഭിമാനവും വളർത്തി. പ്രാചീന റോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ക്രമസമാധാനം, ഭരണകൂടം എന്നിവയെ സംബന്ധിച്ച ആശയങ്ങൾ ഇറ്റലിയിൽ പ്രചരിച്ചു. പ്രാചീന റോമൻ നിയമങ്ങളും ലാറ്റിൻ ഭാഷയിലും പാണ്ഡിത്യമുണ്ടായിരുന്ന വിദ്യാസമ്പന്നരായ ഒരു വിഭാഗം വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. തൽഫലമായി പ്രാചീന ഭാഷ, സാഹിത്യം, സ്ഥാപനങ്ങൾ, പൗരാണികത എന്നിവയിൽ ഇവർക്ക് താൽപ്പര്യം ജനിച്ചു. ഓരോ നഗരവും കലയുടെയും സാഹിത്യത്തിൻ്റെയും കേന്ദ്രങ്ങളാകാൻ ആഗ്രഹിച്ചു. പ്രാചീന റോമാ നഗരത്തിലെ ചിത്രങ്ങളും കയ്യെഴുത്ത് പ്രതികളും കെട്ടിടാവശിഷ്ടങ്ങളും രാജാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും നേതൃത്വത്തിൽ കണ്ടെടുത്ത് സംരക്ഷിക്കപ്പെട്ടു. 1453 തുർക്കികൾ കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. പ്രാചീന ഗ്രോക്കോ റോമൻ സാഹിത്യകൃതികളുടെ കയ്യെഴുത്ത് പ്രതികൾ കൈവശമുണ്ടായിരുന്ന നിരവധി പണ്ഡിതരുടെ കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. തുർക്കികളുടെ ആക്രമണത്തെ തുടർന്ന് അവർ തങ്ങളുടെ കൈവശമുള്ള കയ്യെഴുത്ത് പ്രതികളുമായി ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് നീങ്ങി. മധ്യകാലത്ത് സർവകലാശാലകളിൽ മാത്രം ഒതുങ്ങി നിന്ന അന്വേഷണങ്ങളും പഠനങ്ങളും ഗ്രന്ഥാലയങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. സമ്പത്തും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും കലാപരമായ പുരോഗതിയും സാംസ്കാരിക രംഗത്തെ പരീക്ഷണങ്ങൾക്കും വഴിയൊരുക്കി. ഇതോടെ സാംസ്കാരിക രംഗത്തും വൈജ്ഞാനിക മേഖലകളിലും പുത്തൻ ആശയങ്ങൾ പ്രകടമാകാൻ തുടങ്ങി. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. മനുഷ്യർ കേന്ദ്രമാകുന്നു. മധ്യകാല ലോകത്തെ പ്രധാനമായും സ്വാധീനിച്ചിരുന്നത് സ്കോളാസ്റ്റിസിസം എന്നറിയപ്പെടുന്ന തത്വശാസ്ത്രമായിരുന്നു. ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയുള്ള ഈ തത്വശാസ്ത്രം വിജ്ഞാനത്തെയും അന്വേഷണങ്ങളെയും പ്രോത്സാഹിപ്പിച്ചുവെങ്കിലും ദൈവത്തിനും പരലോക ജീവിതത്തിനുമാണ് ഊന്നൽ നൽകിയത്. ഇതിൽ നിന്ന് മാറി മനുഷ്യനും ഇഹലോകത്തിനും യുക്തിചിന്തയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മാനവികത എന്ന ആശയം രൂപം കൊണ്ടത്. മനുഷ്യനിൽ അന്തർലീനമായ അനന്യത, വികാരങ്ങൾ, ശേഷികൾ, എഴുത്ത്, സംഭാഷണം എന്നിവയ്ക്ക് മാനവികതാവാദികൾ ഊന്നൽ നൽകി. ദൈവകേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിൽ നിന്നും മനുഷ്യ കേന്ദ്രീകൃതമായ വീക്ഷണങ്ങളിലേക്കുള്ള പരിവർത്തനമായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനം. വിയോജിപ്പുകൾക്കും വിമർശനങ്ങൾക്കും മാനവികതയിൽ സ്ഥാനം ലഭിച്ചു. അവർ മതത്തിൻ്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്തു. അപ്പോൾ ഇതുവരെ വായിച്ചത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. മധ്യകാലത്തെ പ്രധാനമായും സ്വാധീനിച്ചിരുന്നത് സ്കോളാസ്റ്റിസിസം എന്നറിയപ്പെടുന്ന തത്വശാസ്ത്രമായിരുന്നു. ഇത് ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ സ്കോളാസ്റ്റിസിസം. ഈ തത്വശാസ്ത്രം വിജ്ഞാനത്തെയും അന്വേഷണത്തെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ ദൈവത്തിനും പരലോകത്തിനുമാണ് കൂടുതൽ ഊന്നൽ നൽകിയത്. ഈ തത്വശാസ്ത്രം വിജ്ഞാനത്തിനും അന്വേഷണങ്ങൾക്കൊക്കെ പ്രോത്സാഹനം കൊടുത്തെങ്കിൽ കൂടി ദൈവത്തിനും പരലോകത്തിനുമാണ് കൂടുതൽ ഊന്നൽ നൽകിയത്. എന്നാൽ മാനവികത എന്ന് പറയുന്നത് മനുഷ്യനും ഇഹലോകത്തിനും യുക്തിചിന്തയ്ക്കുമാണ് ഊന്നൽ നൽകിയത്. മാനവികത ഊന്നൽ നൽകിയത് മനുഷ്യനും ഇഹലോകത്തിനും യുക്തിചിന്തയ്ക്കുമാണ് ഊന്നൽ നൽകിയത്. മാനവികതയുടെ അടിസ്ഥാനം ദൈവകേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിൽ നിന്ന് മനുഷ്യ കേന്ദ്രീകൃതമായ വീക്ഷണത്തിലേക്കുള്ള പരിവർത്തനമാണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ള അരിസ്റ്റോട്ടിലിനെ കുറിച്ചിട്ടുള്ള ഒരു ബോക്സാണ്. പ്രാചീന ഗ്രീസിൽ ജീവിച്ചിരുന്ന ചിന്തകനായിരുന്നു അരിസ്റ്റോട്ടിൽ. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നവോത്ഥാന കാലത്ത് പുതിയ ചോദ്യങ്ങൾക്കും സംവാദങ്ങൾക്കും പശ്ചാത്തലമൊരുക്കി. 12-13 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ അരിസ്റ്റോട്ടിലിൻ്റെ കൃതികൾ ലത്തീനിലും പ്രാദേശിക ഭാഷയിലും വിവർത്തനം ചെയ്ത് പ്രചരിപ്പിക്കപ്പെട്ടു. സത്യാന്വേഷണത്തിന് അദ്ദേഹം നൽകിയ പ്രാധാന്യവും പഠനങ്ങളുടെ വ്യാപ്തിയുമാണ് ഇതിന് കാരണമായത്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. ഇക്കാലത്ത് പ്രാചീന ഗ്രോക്കോ റോമൻ ഗ്രന്ഥങ്ങൾ ജനങ്ങൾ വർദ്ധിച്ച താൽപ്പര്യത്തോടെ വായിച്ചു.
പ്രാചീന ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിലിൻ്റെ ആശയങ്ങൾ അറബികൾ യൂറോപ്പിൽ പ്രചരിപ്പിച്ചു. മാനവികതാവാദികൾ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കുകയും ഗ്രീക്കോ റോമൻ ശൈലിയിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും ശില്പങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. അവർക്ക് പ്രധാന പ്രചോദനം പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങളായിരുന്നുവെങ്കിലും അവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു. ഗ്രീക്കോ റോമൻ കല ദൈവത്തെയും സമ്പന്നരെയും ശക്തരെയുമാണ് ചിത്രീകരിച്ചിരുന്നത്. രൂപങ്ങൾ പൂർണ്ണ സൗന്ദര്യത്തോടെ ആവിഷ്കരിക്കാനാണ് അവർ ശ്രമിച്ചത്. എന്നാൽ നവോത്ഥാന കല മനുഷ്യരെ സ്വാഭാവികതയോടെ ചിത്രീകരിക്കുകയാണ് ചെയ്തത്. നവോത്ഥാന കാലത്തെ കലാസാഹിത്യ സൃഷ്ടികൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. മാനവികത പിൽക്കാലത്ത് ചിത്രകല, ശില്പകല, സാഹിത്യം, രാഷ്ട്രീയം, ചരിത്രം, ശാസ്ത്രം, മതം തുടങ്ങിയ വിവിധ മേഖലകളിൽ മാറ്റത്തിൻ്റെ പ്രചോദനവും സ്രോതസ്സുമായി മാറി. അടുത്തത് നവോത്ഥാന കല. ഇവിടെ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് മധ്യകാലത്തെ ചിത്രവും രണ്ടാമത് കൊടുത്തത് നവോത്ഥാന കാലത്തെ ചിത്രവുമാണ്. അപ്പോൾ നമുക്കതിലെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മധ്യകാലത്തെയും നവോത്ഥാന കാലത്തെയും ചിത്രങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടിൻ്റെയും പ്രമേയം ഒന്ന് തന്നെയാണ്. എന്നാൽ ഇവയുടെ ശൈലിയിൽ എന്തെല്ലാമാണ് വ്യത്യാസം നോക്കാം. മധ്യകാലത്തെ ചിത്രം മാലാഖമാർ, സ്വർഗീയത തുടങ്ങിയ ആത്മീയ ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ നവോത്ഥാന കാലത്തെ ചിത്രം ശരീരത്തിൻ്റെ സൗന്ദര്യം, മൗലികത, വർണ്ണങ്ങളുടെ സ്വാഭാവിക പ്രയോഗം തുടങ്ങിയ ഭൗതിക ഘടകങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. ഈ രീതിയിൽ നവോത്ഥാന കാലത്ത് ചിത്രകല, ശില്പകല, വാസ്തുവിദ്യ എന്നീ മേഖലകൾ സവിശേഷമായ മാറ്റങ്ങൾക്ക് വിധേയമായി. യൂറോപ്പിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായ ഫ്ലോറൻസ് നഗരമായിരുന്നു ഇറ്റലിയിലെ നവോത്ഥാന കലയുടെ പ്രധാന കേന്ദ്രം. ഇവിടെ കൊടുത്തിരിക്കുന്നത് മധ്യകാലത്തെ ചിത്രവും നവോത്ഥാന കാലത്തെ ചിത്രവും തമ്മിലുള്ള വ്യത്യാസമാണ്. മധ്യകാലത്തെ ചിത്രങ്ങൾക്കാണെങ്കിൽ ആത്മീയ ഘടകങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. നവോത്ഥാന കാലഘട്ടത്തിലെ ചിത്രങ്ങൾ ഭൗതിക ഘടകങ്ങൾക്കാണ് കൂടുതൽ ഊന്നൽ നൽകിയത്. ശരീരത്തിൻ്റെ സൗന്ദര്യം, മൗലികത, സ്വാഭാവികമായ വർണ്ണങ്ങളുടെ പ്രയോഗം എന്നിവയ്ക്കൊക്കെയാണ് നവോത്ഥാന കാലഘട്ടത്തെ ചിത്രങ്ങൾ ഊന്നൽ നൽകിയത്. ഇനി നോക്കാനുള്ളത് ചിത്രകല. നവോത്ഥാന കാലത്ത് മാനവികത ഏറ്റവും ശക്തമായി പ്രതിഫലിച്ച മേഖലയായിരുന്നു ചിത്രകല. ചിത്രകാരർ തങ്ങളുടെ ചിത്രങ്ങളിൽ മനുഷ്യരൂപങ്ങളെ കൃത്യമായും വ്യക്തമായും സൂക്ഷ്മതയോടെയും അവതരിപ്പിച്ചു. ശരീരശാസ്ത്രത്തിൽ അവർ കൈവരിച്ചിരുന്ന അറിവ് ഇതിന് സഹായകമായി. യുക്തിചിന്തയും മനുഷ്യ സ്വഭാവത്തിലെ വൈകാരികതയും ചിത്രീകരിക്കാൻ തങ്ങളുടെ സൃഷ്ടികൾക്ക് ഊന്നൽ നൽകി. ഇഹലോകത്തെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം ലഭിച്ചു. മാനവികതയുടെ സ്വാധീനം കാരണം കലാസൃഷ്ടികൾ കൂടുതൽ കൃത്യതയുള്ളതും യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നവയുമായിരുന്നു. ദൈവ സിദ്ധാന്തങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പ്രമേയങ്ങളാണ് തങ്ങളുടെ സൃഷ്ടികൾക്ക് കലാകാരന്മാർ പൊതുവെ തിരഞ്ഞെടുത്തത്. പക്ഷേ അവരുടെ ചിത്രങ്ങളിൽ ചുവടെ പറയുന്ന സവിശേഷതകൾ കാണാമായിരുന്നു. ഭൂദൃശ്യങ്ങൾ, വർണ്ണങ്ങൾ കൊണ്ട് പ്രകാശത്തെയും അകലത്തെയും ചിത്രീകരിക്കൽ, മനുഷ്യ ശരീരത്തിൻ്റെ യഥാർത്ഥ ചിത്രീകരണം, എണ്ണച്ചായത്തിൻ്റെ ഉപയോഗം, ഛായാചിത്രങ്ങൾ, ആദർശവൽക്കരിക്കപ്പെട്ട മനുഷ്യരൂപത്തിലുള്ള ദൈവത്തിൻ്റെ ചിത്രീകരണം. ഇതൊക്കെയാണ് ആ ചിത്രങ്ങളുടെ പ്രത്യേകത. ഭൂദൃശ്യങ്ങൾ, വർണ്ണങ്ങൾ കൊണ്ട് പ്രകാശത്തെയും അകലത്തെയും ചിത്രീകരിക്കൽ, മനുഷ്യ ശരീരത്തിൻ്റെ യഥാർത്ഥ ചിത്രീകരണം, എണ്ണച്ചായത്തിൻ്റെ ഉപയോഗം, ഛായാചിത്രങ്ങൾ, ആദർശവൽക്കരിക്കപ്പെട്ട മനുഷ്യരൂപത്തിലുള്ള ദൈവത്തിൻ്റെ ചിത്രീകരണം. ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായ ജിയോവന്നി ബെല്ലിനി വരച്ച ആഗണി ഇൻ ദി ഗാർഡൻ, പൂന്തോട്ടത്തിലെ വേദന എന്ന ചിത്രമാണിത്. ഒലിവ് പർവ്വതത്തിൽ ക്രിസ്തു മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യർ അദ്ദേഹത്തിൻ്റെ സമീപത്ത് ഉറങ്ങുന്നു. ക്രിസ്തുവിനെ പിടികൂടാൻ റോമൻ പടയാളികൾ വരുന്നതും പശ്ചാത്തലത്തിൽ കാണാം. ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനാണ് ജിയോവന്നി ബെല്ലിനി. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ആഗണി ഇൻ ദി ഗാർഡൻ. ആഗണി ഇൻ ദ ഗാർഡൻ, പൂന്തോട്ടത്തിലെ വേദന. അടുത്ത ചിത്രം ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായ പിയറോ ഡെല്ല ഫ്രാൻസിസ്കയുടെ പ്രശസ്തമായ ഇരട്ട എണ്ണച്ചായ ചിത്രമായ ഡിപ്റ്റിക് ഓഫ് ഫെഡറിക്കോ ഡാ മോണ്ടെ ഫെൽട്രോയും ബാറ്റിസ്റ്റ സ്പോസയും. ഈ 2 ഇരട്ട എണ്ണച്ചായ ചിത്രങ്ങളാണ്. ബാക്കി ഭാഗം നോക്കാം. ജിയോട്ടോയുടെ ചിത്രങ്ങളിലാണ് ഗ്രീക്കോ റോമൻ സ്വാധീനം ആദ്യം പ്രകടമായത്. പിൽക്കാലത്ത് ചിത്രകലാ രംഗത്തേക്ക് കടന്നുവന്ന എല്ലാവരെയും സ്വാധീനിച്ച ചിത്രകാരൻ മസാച്ചിയോ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ചുമർ ചിത്രങ്ങൾ വൃത്താകാരത്തിലുള്ളവയും പ്രതലത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായി തോന്നുന്നവയുമായിരുന്നു. ദൈനംദിന ജീവിതാനുഭവങ്ങൾ പേറുന്ന മനുഷ്യരൂപങ്ങളെയാണ് തന്മയത്വത്തോടെ അദ്ദേഹം ചിത്രീകരിച്ചത്. ലിയനാർഡോ ഡാവിഞ്ചിയുടെ വിശ്വപ്രസിദ്ധമായ ചിത്രങ്ങളാണ് അന്ത്യ അത്താഴം, മൊണാലിസ എന്നിവ. വർണ്ണം, നിഴൽ, പ്രകാശം എന്നിവയെ സംയോജിപ്പിക്കുന്ന ശാസ്ത്രത്തിൽ ഡാവിഞ്ചി അതുല്യനായിരുന്നുവെന്ന് ഈ ചിത്രങ്ങൾ നമ്മോട് പറയുന്നുണ്ട്.
അപ്പോൾ ലിയാനോർഡോ ഡാവിഞ്ചിയുടെ 2 ചിത്രങ്ങളാണ് അന്ത്യ അത്താഴം, മൊണാലിസ. അന്ത്യ അത്താഴം, മൊണാലിസ. മനുഷ്യ ശരീരത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു ലിയാനോർഡോ ഡാവിഞ്ചി. നിങ്ങളിലൊരാൾ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് യേശുക്രിസ്തു തൻ്റെ ശിഷ്യരോട് പറയുമ്പോൾ അവരുടെ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന അത്ഭുതം, ഭയം, കുറ്റബോധം തുടങ്ങിയ മാനുഷിക വികാരങ്ങളാണ് അന്ത്യ അത്താഴത്തിൽ പ്രതിഫലിക്കുന്നത്. മൊണാലിസയുടെ നിഗൂഢമായ മുഖഭാവത്തിൽ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഡാവിഞ്ചി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ആ 2 ചിത്രങ്ങളാണ് താഴെ കൊടുത്തത്. ലിയാനോർഡോ ഡാവിഞ്ചിയുടെ അന്ത്യ അത്താഴം, മൊണാലിസ. ലിയാനോർഡോ ഡാവിഞ്ചിയുടെ അന്ത്യ അത്താഴം, മൊണാലിസ. അടുത്ത ഭാഗം നോക്കാം. വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മുകൾ തട്ടിൽ വരച്ച ചുമർ ചിത്രങ്ങളും അന്ത്യവിധിയും മൈക്കൽ ആഞ്ചലോ എന്ന മറ്റൊരു പ്രതിഭാശാലിയെ അനശ്വരനാക്കുന്നു. ശക്തരും സുന്ദരനുമായ മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ മിക്ക ചിത്രങ്ങളുടെയും കേന്ദ്രബിന്ദു. നവോത്ഥാന കാലത്ത് ശ്രദ്ധ നേടിയ മറ്റു 2 ചിത്രകാരന്മാരായിരുന്നു ടിഷ്യനും റാഫേലും. മനുഷ്യരെ വിവേകികളും മിതവാദികളും അന്തസ്സുള്ളവരുമായി റാഫേൽ ചിത്രീകരിച്ചു. ഇവരുടെ ചിത്രങ്ങളിൽ ആശയത്തോടൊപ്പം സൗന്ദര്യത്തിനും ഊന്നൽ നൽകി. മൈക്കൽ ആഞ്ചലോൻ്റെ ചിത്രമാണ് അന്ത്യവിധി. അന്ത്യവിധി മൈക്കൽ ആഞ്ചലോ. അന്ത്യ അത്താഴം ലിയാനോർഡോ ഡാവിഞ്ചിയുടെ എന്ന് മാറിപ്പോവരുത്. ലിയാനോർഡോ ഡാവിഞ്ചിയുടെ ചിത്രമാണ് അന്ത്യ അത്താഴം. അന്ത്യവിധി മൈക്കൽ ആഞ്ചലോയുടേതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ശില്പകല. ചിത്രകല പോലെ ശ്രദ്ധേയമായ മറ്റൊരു രംഗം ശില്പകലയായിരുന്നു. നവോത്ഥാന കാലത്തെ ശ്രദ്ധേയരായ ശില്പികളിൽ ഒരാളായിരുന്നു ഡൊണാഡെല്ലോ. മധ്യകാല ഗോതിക് ശൈലിയിൽ നിന്നും ശില്പകലയെ മോചിപ്പിച്ച അദ്ദേഹം ശില്പങ്ങൾക്ക് കൂടുതൽ ഊർജവും വ്യക്തിത്വവും പകർന്നു. ഒരു കാലിൽ തൻ്റെ ശരീരഭാരം പൂർണ്ണമായും താങ്ങുന്ന ഒരു കൗമാരക്കാരനെ അദ്ദേഹം ദാവീദ് എന്ന വെങ്കല ശില്പത്തിലൂടെ അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഗത്താമലാത്ത എന്ന കുതിരപ്പുറത്തിരിക്കുന്ന യോദ്ധാവിൻ്റെ ശില്പം പ്രാചീന റോമിലെ കുതിരപ്പടയാളികളെ ഓർമ്മിപ്പിക്കുന്നു. മതേതരനായ ഒരു വീരനെ അനശ്വരനാക്കുക എന്ന ദൗത്യത്തിന് ഡൊണാഡെല്ലോ ഇതിൽ നിർവഹിച്ചിരിക്കുന്നത്. മനുഷ്യരൂപത്തിൽ ദൈവത്തെ അവതരിപ്പിക്കുന്ന മൈക്കൽ ആഞ്ചലോയുടെ ശില്പങ്ങൾ പ്രാചീന ഗ്രോക്കോ റോമൻ ശൈലിയിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ചു. ക്രിസ്തുവിൻ്റെ ശരീരം മടിയിൽ കിടത്തിയിരുന്ന മേരിയെ ചിത്രീകരിക്കുന്ന ശില്പമായ പിയത്തയും വീരനായ ദാവീദിൻ്റെ ശില്പവും അദ്ദേഹത്തെ അനശ്വരനാക്കി. ഡൊണാഡെല്ലയുടെ ശില്പമാണ് ദാവീദും ഗത്താമലാത്തെ. മൈക്കൽ ആഞ്ചലോയുടെ ശില്പമാണ് ദാവീദും പിയത്തയും. ഇനി പഠിക്കാനുള്ളത് വാസ്തുവിദ്യ. ചിത്രകലയ്ക്കും ശില്പകലയ്ക്കും പുറമെ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മറ്റൊരു മേഖല വാസ്തുവിദ്യാ രംഗമായിരുന്നു. ഫിലിപ്പോ ബ്രൂണലസ്കി വാസ്തുവിദ്യാ രംഗത്ത് പുതിയ ശൈലിക്ക് തുടക്കം കുറിച്ചു. മധ്യകാലത്ത് നിലനിന്നിരുന്ന ഗോതിക് വാസ്തുവിദ്യാ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി പ്രാചീന ഗ്രോക്കോ റോമൻ ശൈലിയുടെ സ്വാധീനം അദ്ദേഹം ഫ്ലോറൻസിൽ നിർമ്മിച്ച കത്തീഡ്രലിൽ കാണാം. ഗോതിക് ശൈലിയിലെ ഉയർന്ന ഗോപുരങ്ങൾക്ക് പകരം താഴികക്കുടങ്ങളായിരുന്നു ഇവയ്ക്കുണ്ടായിരുന്നത്. താഴികക്കുടങ്ങൾക്ക് പറയുന്ന വേറൊരു പേരാണ് ഡ്യൂമോ. മൈക്കൽ ആഞ്ചലോ, ബ്രമാന്തെ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ റോമിൽ പണി കഴിപ്പിച്ച സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഈ ശൈലി കൂടുതൽ പ്രകടമാണ്. അടുത്തത് ഈ ബോക്സിൽ കൊടുത്ത ഗോതിക് ശൈലി നോക്കാം. മധ്യകാലത്തിൻ്റെ 2ാം പകുതിയിൽ യൂറോപ്പിൽ വികസിച്ചു വന്ന വാസ്തുവിദ്യാ ശൈലിയായിരുന്നു ഗോതിക് ശൈലി. ഫ്രാൻസിലാണ് ഇത് ഉദയം ചെയ്തത്. ഗോതിക് ശൈലി ഉദയം ചെയ്തത് ഫ്രാൻസിലാണ്. മുനയുള്ള കമാനങ്ങൾ ഇതിൻ്റെ പ്രധാന സവിശേഷതകളായിരുന്നു. നിരവധി ദേവാലയങ്ങളും സർവകലാശാലകളും ഈ മാതൃകയിൽ യൂറോപ്പിൽ നിർമ്മിക്കപ്പെട്ടു. പോയിന്റഡ് ആർച്ച് അല്ലെങ്കിൽ മുനയുള്ള കമാനങ്ങളാണ് ഗോതിക് ശൈലിയുടെ പ്രധാന സവിശേഷത. ഗോതിക് ശൈലി രൂപം കൊണ്ടത് ഫ്രാൻസിലാണ്. അടുത്തത് നവോത്ഥാന സാഹിത്യം. നമ്മുടെ വിധിയെ നിർണ്ണയിക്കാൻ കഴിയുന്നത് നക്ഷത്രങ്ങൾക്കല്ല, നമുക്ക് തന്നെയാണ്. ഇംഗ്ലീഷ് സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറിൻ്റെ പ്രശസ്തമായ ജൂലിയസ് സീസർ എന്ന നാടകത്തിലെ വരികളാണിത്. നവോത്ഥാന സാഹിത്യകാരന്മാർ വ്യക്തി സ്വാതന്ത്ര്യത്തിനും മതേതര മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകി. മധ്യകാലത്ത് നിലനിന്നിരുന്ന സ്കോളാസിസത്തിൽ നിന്നും ഉള്ള മോചനമായിരുന്നു നവോത്ഥാന സാഹിത്യത്തിൻ്റെ അടിസ്ഥാന സവിശേഷത. പ്രാചീന ഗ്രോക്കോ റോമൻ സംസ്കാരത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിലും ലാറ്റിൻ ഭാഷയ്ക്ക് പകരം പ്രാദേശിക ഭാഷയിലാണ് മിക്ക നവോത്ഥാന സാഹിത്യകാരന്മാരും രചനകൾ നടത്തിയത്. ഗദ്യ സാഹിത്യത്തിൽ ഇക്കാലത്ത് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. ഡിവൈൻ കോമഡിയുടെ രചയിതാവായ ദാന്തെ നരകം, ശുദ്ധീകരണ സ്ഥലം, സ്വർഗം എന്നിവയിലൂടെയുള്ള ദാന്തെയുടെ സാങ്കല്പിക തീർത്ഥാടനമാണ് ഈ കവിതയുടെ പ്രമേയം. പക്ഷേ മനുഷ്യസ്നേഹം, രാജ്യസ്നേഹം, പ്രകൃതി പ്രതിഭാസങ്ങളോടുള്ള താൽപ്പര്യം,
സ്വാതന്ത്ര്യം, ഏകീകൃതവുമായ ഇറ്റലിക്കു വേണ്ടിയുള്ള മോഹങ്ങൾ എന്നിവ ഇതിൽ ശക്തമായി പ്രതിഫലിക്കുന്നു. ഇറ്റലിയിലെ പ്രാദേശിക ഭാഷയിലാണ് ദാന്തെ ഡിവൈൻ കോമഡി രചിച്ചത്. ഡിവൈൻ കോമഡി രചിച്ചത് ദാന്തെയാണ്. മറ്റൊരു സാഹിത്യകാരനായ പെട്രാക്ക് മാനവികതയുടെ പ്രധാന പ്രചാരകരിൽ ഒരാളായിരുന്നു. അദ്ദേഹം ലോറയ്ക്ക് എഴുതിയ പ്രണയഗീതങ്ങൾ ധീരവും വേറിട്ട ശൈലിയിലുള്ളവയുമായിരുന്നു. എന്നാൽ ലാറ്റിൻ ഭാഷയെ ഉപേക്ഷിക്കാൻ പെട്രാക്ക് തയ്യാറായിരുന്നില്ല. ഡെക്കാമറൺ എന്ന കൃതിയുടെ രചയിതാവായ ബൊക്കാച്ചിയോ മറ്റൊരു വിഖ്യാതനായ നവോത്ഥാന സാഹിത്യകാരനായിരുന്നു. നിക്കോളോ മാക്കിയവെല്ലിയുടെ കൃതിയാണ് ദ പ്രിൻസ്. അതിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്തകളാണ് പങ്കുവയ്ക്കുന്നത്. ഇവരെ പറഞ്ഞതിൽ പ്രധാനപ്പെട്ടവ നോക്കാം. ദാന്തെയുടെ കൃതിയാണ് ഡിവൈൻ കോമഡി. പെട്രാക്കിൻ്റെ കൃതിയാണ് ഡെക്കാമറൺ. നിക്കോളോ മാക്കിയവെല്ലിയുടെ കൃതിയാണ് ദ പ്രിൻസ്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയൊന്ന് കേട്ടിരുന്നാൽ മതി. അടുത്ത ഭാഗം നോക്കാം. ഓരോ രാജാവും ക്രൂരതയില്ലാത്ത കരുണാർദ്രൻ എന്ന സൽപ്പേര് ആഗ്രഹിക്കണം. അതേസമയം ആ കരുണ മറ്റാരും ദുരുപയോഗം ചെയ്യാതിരിക്കാനും അദ്ദേഹം ശ്രദ്ധിക്കണം. അതിനാൽ തൻ്റെ ജനങ്ങൾക്കിടയിൽ ഐക്യവും വിശ്വസ്തതയും നിലനിൽക്കുന്നതിനു വേണ്ടി ക്രൂരൻ എന്ന പേര് കേൾക്കേണ്ടി വന്നാലും അത് ഒരു രാജാവ് വകവെക്കേണ്ടതില്ല. രാജാവിനെ കുറിച്ചുള്ള മാക്കിയവെല്ലിയുടെ കാഴ്ചപ്പാടാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഭാഗം നോക്കാം. മാനവികതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ചില വനിതകളും ഇക്കാലത്ത് ഇറ്റലിയിൽ ജീവിച്ചിരുന്നു. അവരിൽ പ്രധാനിയായിരുന്നു മാനവികതാവാദിയും എഴുത്തുകാരിയുമായിരുന്ന കസാന്ദ്രെ ഫെഡലെ. തൻ്റെ രചനകളിലൂടെയും പ്രസംഗത്തിലൂടെയും പ്രശസ്തമായ കസാന്ദ്രെ സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഇറ്റലിയിലെ മാനവികതാവാദികളായ പ്രഭുക്കളുമായി കത്തുകളിലൂടെ ആശയവിനിമയം നടത്തിയ അവരുടെ പ്രസംഗങ്ങളും രചനകളും നിരവധി പ്രസിദ്ധീകരണങ്ങൾ അച്ചടിച്ച് പ്രചരിപ്പിച്ചു. പിൽക്കാലത്ത് നവോത്ഥാനം ഇറ്റലിയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്കും സാഹിത്യത്തിലേക്കും വ്യാപിക്കാൻ തുടങ്ങി. അവിടങ്ങളിലും നിരവധി കൃതികൾ രചിക്കപ്പെട്ടു. അവയിൽ ചിലതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അവ നോക്കാം. സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ച കസാന്ദ്രെ ഫെഡലെ അന്ന് കാലത്ത് ഇറ്റലിയിൽ ജീവിച്ചിരുന്ന ഒരു പ്രധാന എഴുത്തുകാരിയായിരുന്നു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഈ ബോക്സിലുള്ള സാഹിത്യകാരന്മാർ, അവരുടെ കൃതികൾ, രാജ്യം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോക്സിൽ കൊടുത്തതാണ്, SCERT-യിലുള്ളതാണ്. എക്സാമിന് വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതെന്തായാലും പഠിച്ചിരിക്കണം. നോക്കാം. ഇറാസ്മസ്, അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. രാജ്യം നെതർലാൻഡ്. ജെഫ്രി ചോസർ, കാൻറ്റർബറി കഥകൾ, ഇംഗ്ലണ്ട്. തോമസ് മൂർ, ഉട്ടോപ്പിയ, ഇംഗ്ലണ്ട്. മിഗേൽ ഡെ സെർവാന്തെ, ഡോൺ കിഖോട്ട്, സ്പെയിൻ. ഫ്രാൻസോ റാബലെ, ഗാർഗൻറ്റുവയും പാൻഡഗ്രൂലും, ഫ്രാൻസ്. ഒന്നുകൂടെ പറയാം. ഇറാസ്മസ്, ഇൻ പ്രൈസ് ഓഫ് ഫോളി, നെതർലാൻഡ്. ജെഫ്രി ചോസർ, കാൻറ്റർബറി കഥകൾ, ഇംഗ്ലണ്ട്. തോമസ് മൂർ, ഉട്ടോപ്പിയ, ഇംഗ്ലണ്ട്. മിഗോയൽ ഡെ സെർവാന്തെ, ഡോൺ കിഖോട്ട്, സ്പെയിൻ. ഫ്രാൻസോ റാബലെ, ഗാർഗൻറ്റുവയും പാൻഡഗ്രൂലും, ഫ്രാൻസ്. അടുത്ത ഭാഗം നോക്കാം. നവോത്ഥാന കാലത്തെ സാഹിത്യ രചനകളെ ജനകീയമാക്കുന്നതിൽ അച്ചടി പ്രധാന പങ്കുവഹിച്ചു. യൂറോപ്പിലെ പ്രധാന അച്ചടിശാല സ്ഥാപിച്ചത് ജർമ്മൻകാരനായ ജോഹാനസ് ഗുട്ടൻബർഗ് ആയിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ഈ അച്ചടിശാലയിലെ അച്ചടിയന്ത്രം ലോഹനിർമ്മിതവും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതുമായിരുന്നു. അറിവിൻ്റെ വ്യാപനം, സാക്ഷരതയിലുണ്ടായ പുരോഗതി എന്നിവ അച്ചടിയന്ത്രം കണ്ടുപിടിച്ചതിലൂടെയുള്ള പുരോഗതികളാണ്. അടുത്തത് പഠിക്കാനുള്ളത് നവോത്ഥാനവും ചരിത്ര രചനയും. ലോക ചരിത്രത്തെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. പ്രാചീനകാലം, മധ്യകാലം, ആധുനിക കാലം. ആദ്യത്തെ CE 5-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് പ്രാചീനകാലം. 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെ മധ്യകാലഘട്ടമെന്നും അതിനുശേഷമുള്ള കാലഘട്ടം ആധുനിക കാലഘട്ടം എന്നും അറിയപ്പെടുന്നു. നമുക്ക് വായിക്കാം. പഠന സൗകര്യാർത്ഥം ലോക ചരിത്രത്തെ വിഭജിച്ചിട്ടുള്ളതിൽ ഏറ്റവും ശ്രദ്ധേയമായ രീതിയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇത് പ്രകാരം CE 5-ാം നൂറ്റാണ്ട് വരെയുള്ള കാലം പ്രാചീനകാലമെന്നും തുടർന്ന് 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലം മധ്യകാലമെന്നും അറിയപ്പെടുന്നു. 15-ാം നൂറ്റാണ്ടിനു ശേഷമുള്ള കാലം ആധുനിക കാലമായി പരിഗണിക്കുന്നു. ഈ രീതി നവോത്ഥാന കാലഘട്ടത്തിലാണ് നിലവിൽ വന്നത്. ഇറ്റാലിയൻ ചരിത്രകാരനായ ഫ്ലാവിയോ ബിയോണ്ടോ, ലിയനാർഡോ ബ്രൂണി എന്നിവരാണ് ഈ രീതി ആവിഷ്കരിച്ചത്. ഇതിൽ എന്തൊക്കെയാണ് പറഞ്ഞാൽ ലോകചരിത്രത്തെ പ്രാചീനകാലം, മധ്യകാലം, ആധുനിക കാലം എന്നിങ്ങനെ 3ആയി തിരിച്ചിരിക്കുന്നു. CE 5-ാം നൂറ്റാണ്ട് വരെ പ്രാചീനകാലം, 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ മധ്യകാലം, 15-ാം നൂറ്റാണ്ടിന് ശേഷമുള്ളത് ആധുനിക കാലവുമാണ്. ഇത്രയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ബാക്കി ഭാഗം നോക്കാം. മധ്യകാല ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്നും മതേതര ജീവിതത്തിലേക്കും ചിന്തയിലേക്കുമുള്ള മാറ്റം ചരിത്രരചനയിലും പ്രതിഫലിച്ചു.
ചരിത്ര സംഭവങ്ങൾ ദൈവസൃഷ്ടിയാണെന്നും ചരിത്രത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് ഒരു അതീന്ദ്രിയ ശക്തിയാണെന്നുമുള്ള കാഴ്ചപ്പാടാണ് മധ്യകാലത്ത് നിലനിന്നിരുന്നത്. എന്നാൽ ഈ കാഴ്ചപ്പാടിന് നവോത്ഥാന കാലത്ത് പ്രശസ്തി നഷ്ടപ്പെട്ടു. മനുഷ്യ കേന്ദ്രീകൃതമായ ചരിത്ര വ്യാഖ്യാനങ്ങൾക്ക് അംഗീകാരം ലഭിക്കാൻ തുടങ്ങി. സന്യാസിമാരുടെ ദിനവൃത്താന്തങ്ങളും പുരോഹിതന്മാരുടെ ജീവിതകഥകൾക്കും ഉപരിയായി മനുഷ്യജീവിതം ചരിത്രരചനയുടെ കേന്ദ്രബിന്ദുവായി മാറി. പുരാവസ്തു തെളിവുകൾക്കും ശേഷിപ്പുകൾക്കും ചരിത്രരചനയിൽ സുപ്രധാനമായ സ്ഥാനം ലഭിച്ചതാണ് നവോത്ഥാന കല ചരിത്രരചനയുടെ മറ്റൊരു പ്രധാന സവിശേഷത. തൽഫലമായി ചരിത്രകാരർ ലിഖിതങ്ങൾ, നാണയങ്ങൾ, പ്രാചീന കയ്യെഴുത്തു പ്രതികൾ തുടങ്ങിയ തെളിവുകൾക്ക് ചരിത്രരചനയിൽ സവിശേഷ സ്ഥാനം നൽകി. പ്രാചീന കയ്യെഴുത്തു പ്രതികൾ ശേഖരിക്കാനും സംരക്ഷിക്കാനുമുള്ള ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമായി. മാനവികതയുടെ കടന്നുവരവോടെ ചരിത്രരചനയിൽ വിമർശനങ്ങൾക്കും സ്ഥാനം ലഭിച്ചു. കഥകളുടെയും മിത്തുകളുടെയും സ്ഥാനം ശാസ്ത്രീയമായ അന്വേഷണങ്ങളും പഠനങ്ങളും കൈയടക്കി. മാക്യവല്ലിയും നവോത്ഥാന ചരിത്രരചനയെ സമ്പന്നമാക്കി. അതിൽ നമുക്ക് ദിനവൃത്താന്തം എന്താണെന്ന് നോക്കാം. രാജാക്കന്മാർ തങ്ങളുടെ രാജ്യത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്താൻ കൊട്ടാര ചരിത്രകാരരെ ചുമതലപ്പെടുത്തിയിരുന്നു. അവർ തങ്ങളുടെ രാജാക്കന്മാരുടെ കാലത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളെ ആധുനിക ചരിത്രകാരർ ദിനവൃത്താന്തങ്ങൾ എന്ന് വിളിച്ചു. കാരണം അവ സംഭവങ്ങളുടെ തുടർച്ചയായ കാലാനുക്രമ വിവരണം നൽകുന്നവയായിരുന്നു. ദിനവൃത്താന്തം എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ തങ്ങളുടെ രാജ്യത്തെ സംഭവങ്ങളൊക്കെ രേഖപ്പെടുത്താൻ വേണ്ടി കൊട്ടാരത്തിലുള്ള ചരിത്രകാരന്മാരെ ചുമതലപ്പെടുത്തി. അവർ തങ്ങളുടെ രാജാക്കന്മാരുടെ കാലത്തെ സംഭവങ്ങളെല്ലാം ഓരോ ദിവസവും ഗ്രന്ഥങ്ങളാക്കി സൂക്ഷിക്കാൻ തുടങ്ങി. ഈ ഗ്രന്ഥങ്ങളെ ആധുനിക ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചതാണ് ദിനവൃത്താന്തങ്ങൾ. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. നവോത്ഥാനവും ശാസ്ത്രവും. 1609 ശാസ്ത്രത്തിൻ്റെ പ്രകാശം ഉദിച്ചുയരാൻ ആരംഭിച്ചു. പാദുവ നഗരത്തിൽ തൻ്റെ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ഗലീലിയോ ഗലീലി സൂര്യൻ നിശ്ചലമാണെന്നും ഭൂമിയാണ് സഞ്ചരിക്കുന്നതെന്നും തെളിയിക്കാൻ ശ്രമം ആരംഭിച്ചു. പ്രശസ്ത ജർമ്മൻ നാടകകൃത്തായ ബെർത്തോൾഡ് ബ്രെക്റ്റിൻ്റെ ഗലീലിയോയുടെ ജീവിതം എന്ന നാടകത്തിൻ്റെ പ്രാരംഭവാക്യമാണിത്. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ള വിശ്വാസം 16-ാം നൂറ്റാണ്ടുവരെ നിലനിന്നിരുന്നു. എന്നാൽ ആ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞ ഗലീലിയോയുടെ പരിശ്രമങ്ങളെക്കുറിച്ചാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ നിലവിലിരുന്ന ചിന്തകളെയും യുക്തിബോധത്തെയും നവോത്ഥാനം എങ്ങനെയെല്ലാം സ്വാധീനിച്ചു എന്ന് നമുക്ക് നോക്കാം. നവോത്ഥാനം ആധുനിക ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് അടിത്തറയിട്ടു. നവോത്ഥാന കാലത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടായ ഒരു പ്രധാന മേഖലയാണ് ജ്യോതിശാസ്ത്രം. പ്രപഞ്ചത്തിൻ്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ഭൗതിക ശക്തികളാണ് എന്ന കാഴ്ചപ്പാടാണ് ശാസ്ത്രജ്ഞർ മുന്നോട്ട് വച്ചത്. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ള ടോളമിയുടെ സിദ്ധാന്തം 16-ാം നൂറ്റാണ്ടുവരെയും വെല്ലുവിളികൾ നേരിടാതെ നിലകൊണ്ടു. എന്നാൽ പോളണ്ടുകാരനും പുരോഹിതനുമായ കോപ്പർനിക്കസ് ഇതിനെ വെല്ലുവിളിച്ചു. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയല്ല, സൂര്യനാണെന്ന് അദ്ദേഹം വാദിച്ചു. ഭൂമിയും മറ്റു ഗ്രഹങ്ങളും സൂര്യനെ വലം വയ്ക്കുകയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ള സിദ്ധാന്തം കൊണ്ടുവന്നത് ടോളമിയാണ്. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയല്ല, സൂര്യനാണ് എന്ന സിദ്ധാന്തം കൊണ്ടുവന്നത് കോപ്പർനിക്കസ്. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്ന് പറഞ്ഞത് ടോളമിയും പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയല്ല, സൂര്യനാണെന്ന് വാദിച്ചത് കോപ്പർനിക്കസുമാണ്. ബാക്കി ഭാഗം നോക്കാം. കോപ്പർനിക്കസിൻ്റെ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളെ ഗലീലിയോ ഗലീലി, ജോഹന്നാസ് കെപ്ലർ എന്നിവർ കൂടുതൽ വ്യക്തമായി അവതരിപ്പിച്ചു. സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഗ്രഹങ്ങളുടെ വേഗതയിൽ വ്യത്യാസം വരുന്നുവെന്ന് കെപ്ലർ കണ്ടെത്തി. ഇത് 17-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ ഐസക് ന്യൂട്ടൻ ഗുരുത്വാകർഷണ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നതിനെ ശക്തമായി സ്വാധീനിച്ചു. ഗലീലിയോ ഗലീലി താൻ നിർമ്മിച്ച ദൂരദർശിനിയുടെ സഹായത്താൽ വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ, ശനിയുടെ വലയങ്ങൾ എന്നിവ കണ്ടെത്തി. ഗലീലിയോയുടെ കണ്ടെത്തൽ കോപ്പർനിക്കസിൻ്റെ സിദ്ധാന്തത്തെ ശരിവച്ചു. വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെയും ശനിയുടെ വലയങ്ങളെയും കണ്ടെത്തിയത് ഗലീലിയോ ഗലീലിയാണ്. ബാക്കി നോക്കാം. നവോത്ഥാനം വൈദ്യശാസ്ത്ര രംഗത്ത് പൊതുവെയും ശരീരശാസ്ത്ര രംഗത്ത് പ്രത്യേകിച്ചും നേട്ടങ്ങൾ കൈവരിച്ചു. സ്വിറ്റ്സർലൻഡുകാരനായ പാരാസെൻസസ് രോഗങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കുകയും അവയുടെ പ്രതിവിധികൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു. ആൻഡ്രിയസ് വെസാലിയസ് മൃതശരീരത്തെ കീറിമുറിച്ച് പരിശോധിക്കുകയും ശരീരശാസ്ത്രത്തിന് പുതിയ അറിവുകൾ സമ്മാനിക്കുകയും ചെയ്തു. അടുത്ത പഠിക്കാനുള്ളത് മതനവീകരണം. നവോത്ഥാനത്തിൻ്റെ സ്വാധീനം യൂറോപ്പിലെ മതരംഗത്തും പ്രതിഫലിച്ചു. ഇറാസ്മസിനെ പോലുള്ള മാനവികതാവാദികൾ രചിച്ച ആക്ഷേപഹാസ്യ കൃതികളും ജോൺ വൈക്ലിഫ്, ജോൺ ഹസ്,
സവോനാറോള തുടങ്ങിയവരുടെ വിമർശനങ്ങളും കത്തോലിക്ക സഭയിൽ നിലനിന്നിരുന്ന ചില പ്രവണതകളും വിശ്വാസങ്ങൾക്കും എതിരായി പ്രതിഷേധങ്ങൾ രൂപം കൊള്ളുന്നതിന് പശ്ചാത്തലമൊരുക്കി. ജനങ്ങളിൽ നിന്ന് പണം സമാഹരിക്കുന്നതിനായി പുറത്തിറങ്ങിയ പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പനയായിരുന്നു അക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ക്ഷണിച്ചുവരുത്തിയത്. പാപവിമോചന പത്രം പണം നൽകി വാങ്ങിയാൽ പാപങ്ങളിൽ നിന്നും മോചനം നേടാമെന്ന് മതനേതൃത്വം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പനയിലൂടെ ശേഖരിക്കുന്ന പണം കൊണ്ട് ആശുപത്രികൾ, കത്തീഡ്രലുകൾ തുടങ്ങിയവ നിർമ്മിക്കുക എന്നതായിരുന്നു സഭാ നേതൃത്വത്തിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ വിൽപ്പനക്കായി ജൊഹാൻ ടെറ്റ്സൽ എന്ന ഡൊമിനിക്കൻ സന്യാസി ജർമ്മനിയിലെത്തി. പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പനയിൽ പ്രതിഷേധിച്ച് ജർമ്മനിയിലെ വിറ്റൻബർഗ് ദേവാലയത്തിൻ്റെ വാതിലിൽ 1517 മാർട്ടിൻ ലൂതർ എന്ന പുരോഹിതൻ തൻ്റെ 95 പ്രബന്ധങ്ങൾ പതിപ്പിച്ചു. ഇത് പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം എന്ന മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നു. ഒരു ആശയപരമായ സംവാദം മാത്രമാണ് മാർട്ടിൻ ലൂതർ ഇതിലൂടെ ലക്ഷ്യമിട്ടത്. ജർമ്മന് പകരം ലാറ്റിൻ ഭാഷയിലാണ് അദ്ദേഹം തൻ്റെ പ്രബന്ധങ്ങൾ തയ്യാറാക്കിയത്. എന്നാൽ അജ്ഞാതരായ ചിലർ ഇത് ജർമ്മൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രചരിപ്പിച്ചു. തുടർന്ന് അദ്ദേഹം സഭയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു. ജർമ്മനിയിലെ സർവകലാശാലകളും മതനവീകരണത്തിന് പശ്ചാത്തലമൊരുക്കി. മാർട്ടിൻ ലൂതറുടെ പ്രൊട്ടസ്റ്റന്റ് മതനവീകരണത്തിന് കേന്ദ്രമായി പ്രവർത്തിച്ചത് അദ്ദേഹം അധ്യാപകനായിരുന്ന ജർമ്മനിയിലെ വിറ്റൻബർഗ് സർവകലാശാലയായിരുന്നു. പുരോഹിതരുടെയും മതകോടതികളുടെയും അധികാരത്തെ നിയന്ത്രിക്കാൻ ആഗ്രഹിച്ച ഭരണാധികാരികളുടെ താൽപ്പര്യങ്ങളും മതനവീകരണത്തിന് കരുത്തുപകർന്നു. നികുതി പിരിവിലും ദേവാലയങ്ങളിലെ നിയമനങ്ങളിലും പുരോഹിതന്മാർക്കുണ്ടായ അധികാരത്തെയും അപ്രമാദിത്വത്തെയും ഭരണാധികാരികൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ജർമ്മനിയിൽ ആരംഭിച്ച മതനവീകരണം മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. സ്വിറ്റ്സർലൻഡിൽ ഉൾറിച്ച് സിംഗർലി, ജോൺ കാൽവിൻ എന്നിവരും ഇംഗ്ലണ്ടിൽ രാജാവായ ഹെൻറി എട്ടാമനുമാണ് മതനവീകരണത്തിന് നേതൃത്വം നൽകിയത്. ഇംഗ്ലണ്ടിൽ രാജാവ് തലവനായ ആംഗ്ലിക്കൻ സഭ നിലവിൽ വന്നു. ഇത് ദേശീയ സഭ എന്നറിയപ്പെടുന്നു. ഇംഗ്ലണ്ടിൽ രാജാവ് തലവനായ ആംഗ്ലിക്കൻ സഭ നിലവിൽ വന്നു. ഇത് ദേശീയ സഭ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അടുത്തത് പ്രതിമത നവീകരണം. മതനവീകരണത്തെ തുടർന്ന് കത്തോലിക്ക സഭ സ്വയം നവീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇത് പ്രതിമത നവീകരണം എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ ഭാഗമായി വടക്കൻ ഇറ്റലിയിലെ ട്രെൻറ്റിൽ സഭാ നേതൃത്വത്തിൽ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു. മതരംഗത്തെ തെറ്റായ പ്രവണതകളെ ഒഴിവാക്കി പരിഷ്കരണവുമായി മുന്നോട്ടു പോകുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. തൽഫലമായി പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പന നിരോധിച്ചു. വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങളുടെ പട്ടികയായ ഇൻഡെക്സ് പ്രസിദ്ധീകരിച്ചു. മധ്യകാലത്ത് നിലനിന്നിരുന്ന മതവിചാരണ കോടതി പുനഃസ്ഥാപിച്ചു. സ്പെയിൻകാരനായ ഇഗ്നേഷ്യസ് ലൊയോള എന്ന പുരോഹിതൻ സ്ഥാപിച്ച സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സഭയും പ്രതിമത നവീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ചു. ഇതിലെ അംഗങ്ങൾക്ക് കർശനമായ അച്ചടക്കവും ചോദ്യം ചെയ്യാതെയുള്ള അനുസരണയും ബാധകമായിരുന്നു. വിദ്യാലയങ്ങൾ സ്ഥാപിച്ചുകൊണ്ടും മതപ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും കത്തോലിക്ക സഭയുടെ മേധാവിത്വം ഉറപ്പിക്കാൻ അവർ ശ്രമിച്ചു. കത്തോലിക്ക സഭയിൽ അക്കാലത്ത് നിലനിന്നിരുന്ന നിരവധി തെറ്റായ പ്രവണതകളെ ഇല്ലാതാക്കാൻ പ്രതിമത നവീകരണത്തിന് കഴിഞ്ഞു. പ്രതിമത നവീകരണം കത്തോലിക്ക മത നവീകരണം എന്നും അറിയപ്പെടുന്നു. പ്രതിമത നവീകരണത്തെ കത്തോലിക്ക മത നവീകരണം എന്നും അറിയപ്പെടുന്നു. ഈ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. നമുക്ക് ബാക്കി ഭാഗം കൂടെ നോക്കാം. ചെറിയൊരു പോയിന്റ് കൂടെയുള്ളൂ, അതും കൂടെ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിയും. ഗ്രോക്കോ റോമൻ കാലം മുതൽക്കേ നിലനിന്നിരുന്ന മാനവികാശയങ്ങളുടെ വികാസ പരിണാമ ഘട്ടത്തെയാണ് നവോത്ഥാനം അടയാളപ്പെടുത്തുന്നത്. പ്രാചീന മധ്യകാലങ്ങളുടെ തുടർച്ച കൂടിയായിരുന്നു നവോത്ഥാനം. മനുഷ്യനും മനുഷ്യൻ്റെ ആശയങ്ങൾക്കും സാധ്യതകൾക്കും സവിശേഷതകൾക്കും കേന്ദ്രസ്ഥാനം നൽകുന്ന മാനവികതയാണ് നവോത്ഥാനത്തിൻ്റെ കാതൽ. യൂറോപ്പും ഇതര സമൂഹങ്ങളുമായുള്ള പരസ്പര ബന്ധത്തിലൂടെയും വ്യാപാര വിനിമയങ്ങളിലൂടെയും വളർന്നു വന്ന നവോത്ഥാനം ലോകത്തെ മുഴുവൻ സ്വാധീനിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിലുള്ളത്. നമ്മൾ വേണ്ട പോയിൻറ്റ്സൊക്കെ പഠിച്ചിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളൊക്കെ വായിച്ചു പോകാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ സെക്കൻഡ് ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.